ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ക്ലിയർ ആണെങ്കിൽ, കാണാൻ പറ്റുന്നുണ്ട്, ഓക്കെ ആണെങ്കിൽ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യോ? തുടങ്ങിയല്ലോ നമ്മള്. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയാം എല്ലാവരും. ഓക്കെ, ഇന്നലത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ സെഷൻ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിരുന്നു. ആ ടാസ്ക് നിങ്ങൾ ചെയ്തിരുന്നോ? അത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ അതിനെ നമ്മളെ ഡോക്ടേഴ്സ് അതല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ഒക്കെ ഓരോ പേരിട്ട് വിളിക്കും. നിന്റെ പ്രശ്നം ഡിപ്രഷൻ ആണ്, കുറെ അങ്ങേ അറ്റത്തുള്ള നിന്റെ പ്രശ്നം സ്കിസോഫ്രീനിയ ആണ്, നിന്റെ പ്രശ്നം ഇന്ത് ഡിസീസ് ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞുതരും. അങ്ങനെയല്ല, നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്താണോ അത്. തലവേദനയായിരിക്കാം, ഒരുമാതിരി വിമ്മിഷ്ടായിരിക്കാം, പറയാൻ പറ്റാത്ത സംഭവങ്ങളായിരിക്കാം. നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും, എന്തോ ആയിരിക്കാം. അത് നിങ്ങൾ എഴുതി വെച്ചിരുന്നോ? എത്ര പേര് ചെയ്തിരുന്നു? കമന്റ് യെസ്. നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെസ്, നിങ്ങളത് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ വിഷമങ്ങള്, എൻ്റെ ബുദ്ധിമുട്ടുകള്, ദുരിതങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിരുന്നു. ഒരു നോട്ട് ബുക്ക് എടുത്ത് എഴുതി വെച്ചിരുന്നു. യെസ്. ബാക്കിയുള്ളവര് അല്ലാത്തവര് നോ എന്ന് കമന്റ് ചെയ്തോളൂ. നോ പ്രോബ്ലം. ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, പ്രശ്നമില്ല, ഇനിയും സമയമുണ്ട് ചെയ്യാൻ. നിങ്ങൾ എത്ര പേര് ചെയ്തു? ഓക്കെ, അപ്പൊ ഇന്ന് മാക്സിമം അത് ചെയ്യാൻ നോക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, ബി ട്രൂത്ത്ഫുൾ. നിങ്ങൾ പറയൂ, കമന്റ് ചെയ്യോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, ഇല്ലാത്തവര് നോ. ഓക്കെ അല്ല, നോ ഓർ യെസ്. ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഞാൻ നിങ്ങൾ ചെയ്യാം, നാളെ ചെയ്യാമെന്ന് പറഞ്ഞാലോ? ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇന്ന് തന്നെ അത് ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ആക്സെപ്റ്റൻസ് തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കേൾക്കലേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളും യൂട്യൂബ് വീഡിയോസും ട്രിപ്സും ട്രിക്സും ഒക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓൺലൈനിൽ നിന്ന് കയറുന്നവർക്ക് അതിനൊന്നും ഓൺലൈനിൽ ഒരു പഞ്ചുമില്ല. ഓൺലൈനിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന്റെ പാർട്ടാക്കി മാറണം. ലൈഫിന്റെ പാർട്ടാക്കി എങ്ങനെ മാറുക? അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ക്ലാരിറ്റി വരണം. എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. അതല്ലെങ്കിൽ നമ്മൾ അതിന് സൊല്യൂഷൻസിന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടില്ല. നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് ഒന്നും ക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങളാവില്ല. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടാൻ ഞാൻ ഇന്നലെ പുതിയ പുതിയ ആൾക്കാർ കുറെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇന്നലെയുള്ള ആളുകള്, ഇപ്പൊ ജോയിൻ ചെയ്ത ആളുകളിൽ നിങ്ങൾ ഞാൻ ഇന്നലെ തന്ന ടാസ്ക് ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് യെസ്, ഐ ഹാവ് ഡൺ ഇറ്റ്, ഞാനത് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഓക്കെ, നോ എന്നും കമന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ പുതിയ ജോയിൻ ചെയ്ത ആളുകൾ. ഓക്കെ, അപ്പൊ നിങ്ങളത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കേട്ടുപോകുന്ന പോലെ ഇതും അങ്ങ് ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഓക്കെ കുഴപ്പമില്ല, എന്തൊക്കെ പറഞ്ഞാലെന്തോ കാര്യമുണ്ട്, എനിക്കെന്തോ ഒരു നല്ല ഫീലിംഗ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിർത്തും. കുറച്ച് കഴിഞ്ഞാൽ പഴയ അവസ്ഥകള്, ദുരിതങ്ങള്, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മറന്നു പോകും. അപ്പം ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ചിന്തകളിൽ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികളിലേക്ക് അത് എത്തണം. ഓക്കെ ഓക്കെ, വാലൈക്കും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത് ഒന്നാമത്തെ ടാസ്ക് ഞാൻ പറഞ്ഞ നിർബന്ധമായിട്ടും ചെയ്യാം. പിന്നെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വേദനകളെ കുറിച്ചാണ്. വേദനകളെ കുറിച്ച്, വേദന നമുക്ക് ആവശ്യമുള്ള സംഭവമാണോ, അതോ വേദന നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത, നമ്മളൊക്കെ ദുരിതം ഉണ്ടാക്കാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സംഭവമാണോ? വേദനകള് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണോ? വേദനകൾ നല്ലതാണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും, എന്ത് വേദനകൾ എന്തിനാ നല്ലതെന്ന് വിചാരിക്കും. വേദനകളിൽ എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങളുണ്ടോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ?
നമ്മുടെ ഇപ്പൊ കൈയിന്റെ വേദനയായിരിക്കാം, കാലിന്റെ വേദനയായിരിക്കാം, തലവേദനകളായിരിക്കാം, വയറിലെ വേദനകളായിരിക്കാം, എന്ത് വേദനകളായിരിക്കാം, മാനസികപരമായിട്ടുള്ള വേദനകള്, അല്ലെ? മനസ്സും നമുക്ക് ഒരുപാട് വേദനിക്കും. അതേപോലെ തന്നെ ശരീരം. ഈ വേദനകളിൽ എന്തെങ്കിലും നല്ലതുണ്ടോ? വേദന എന്തിനാണ് ഉണ്ടാക്കി വെച്ചത്? വേദനകൾ എന്തിനാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളെ ചിന്തയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ശരിക്കും വേദനകള് ഒരു അനുഗ്രഹമാണ്. ഈ വേദന ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾ അടുക്കളയിൽ കയറി നിങ്ങൾ അറിയാതെ തിളച്ചിരിക്കുന്ന പാത്രത്തിന്റെ പുറത്ത് നിങ്ങളുടെ കൈ തട്ടി, അതല്ലെങ്കിൽ അറിയാതെ അടുപ്പിന്റെ മേലെ നിങ്ങളുടെ കൈ തൊട്ടു, എന്ത് സംഭവിക്കും? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഇസ്തിരിപ്പെട്ടിയുടെ മേലെ ചൂടുള്ള ഭാഗത്ത് നിങ്ങളുടെ ആ മെറ്റൽ ഭാഗത്ത് നിങ്ങളെ തൊട്ടു, പെട്ടെന്ന് നിങ്ങൾ കൈവലിക്കില്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് വേദന അനുഭവപ്പെട്ടുകൊണ്ട് നിങ്ങൾ കൈവലിക്കും. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഓവറായി കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദനിക്കില്ലേ? വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കി വെച്ച ഒരു സംഭവമാണ്. ഈ വേദന ഇല്ലെങ്കിൽ നമ്മളില്ല. ശരിക്കും തലവേദന എന്തിനാണ് തലവേദന വരുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ശരീരം നമുക്ക് സിഗ്നൽ തരാണ്, നീ പോയിക്കൊണ്ടിരിക്കുന്ന മാർഗം ശരിയല്ല. വയറുവേദന, ഗ്യാസ് ട്രബിൾ, വയറുവേദന വരുന്നു, നമ്മുടെ വയറ് സിഗ്നൽ തരാണ്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ദഹന പ്രക്രിയ ശരിക്കല്ല നടക്കുന്നത്, നീ ശ്രദ്ധിക്കണം, എന്നെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ ദഹനം കൂടുന്നില്ല, അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്ക് എന്ന് വയറ് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ വയറുവേദന വരുന്നത്. അതേപോലെ തന്നെ ജോയിന്റ് പെയിൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ ജോയിന്റുകളിൽ പ്രശ്നമുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്നായിരിക്കാം, നമ്മുടെ ജോയിന്റുകളിൽ പ്രശ്നമുണ്ട്, ഇവിടെ കാര്യങ്ങൾ ശരിയല്ല, നീ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്ന് നമ്മുടെ ജോയിന്റുകൾ നമുക്ക് നിർദ്ദേശം തരികയാണ് ജോയിന്റ് പെയിൻ. ഇതുപോലെ തന്നെയാണ് ഓരോ വേദനകളും. നമ്മൾ 3-4 ദിവസം ഒന്നിച്ച് എടുക്കാത്ത പണി കൂടുതലായിട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? ഭയങ്കര ഭാരമൊക്കെ എടുത്ത് പൊക്കുന്നു, അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, പെട്ടെന്ന് നമ്മൾ എടുക്കാത്ത ജോലികളൊക്കെ എടുത്താൽ എന്ത് സംഭവിക്കും? നമ്മളെ മസിൽസ് ഒക്കെ വേദനയാവും, മസിൽസിന്റെ ഉള്ളിൽ പൊട്ടുന്നുണ്ട്. അപ്പൊ മസിൽ പറയാണ്, ഓക്കെ ഞാൻ ഈ പണിക്കൊക്കെ നിന്നെ സഹായിച്ചു, ഇനി 1-2 ദിവസം റെസ്റ്റ് എടുക്ക്, ഇനി ഒരു പെട്ടെന്ന് പണിയെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മുടെ മസിൽസ് നമുക്ക് നിർദ്ദേശം തരികയാണ്. ബാക്ക് പെയിൻ വരുന്ന എന്താണ്? നമ്മൾ ഓവറായിട്ട് ബാക്ക് യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള മൂല കാരണം നമ്മുടെ മാനസിക പ്രശ്നങ്ങളാണ്. ചെറിയ പെട്ടെന്നുണ്ടാവുന്ന വേദനകൾക്ക് നമുക്ക് ബാക്കി കാരണങ്ങൾ ഉണ്ടാവാം. നിങ്ങൾക്ക് ഈ വേദനകൾ സ്ഥിരമായിട്ട് മാറാതെ എന്തൊക്കെ ചെയ്തിട്ടും അത് അവിടെ തന്നെ കിടക്കുന്നു. വേദന സംഹാരികൾ കുടിക്കുമ്പോൾ തൽക്കാലം കുറയുന്നു, വീണ്ടും വരുന്നു, ഇതെന്ത് മാറിപ്പോകുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ, നിങ്ങളുടെ ടെൻഷൻ, മനസ്സ് നിങ്ങൾ ക്ലിയർ ആക്കുന്നില്ല, അവിടുത്തെ ആ ഒരു പുഷ്, അവിടുന്നില്ല തള്ളൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് പകരം നിങ്ങൾ ശരീരത്തെ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരുന്നാൽ അസുഖങ്ങൾ മാറില്ല. അപ്പൊ ആ വേദനന്റെ പോസിറ്റീവ് വശം പറഞ്ഞില്ലേ? വേദന ഇതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചത്, പക്ഷെ നമ്മൾ അതിന് ദുരുപയോഗം ചെയ്യുന്നു. വേദനകൾ വീണ്ടും വീണ്ടും വരാനുള്ള കാരണം ഞാൻ ആദ്യത്തെ ക്ലാസ് മുതൽ നിങ്ങളോട് പറയുന്നില്ല, ആദ്യത്തെ അല്ല 3-ാമത്തെ ക്ലാസ് മുതൽ നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മുടെ ദുരിതങ്ങളുടെ, പ്രശ്നങ്ങളുടെ, വേദനകളുടെ ഒക്കെ മൂല കാരണം എവിടെയാണ്? നമ്മുടെ മൈൻഡ്. ഓക്കെ, മൈൻഡ് അല്ലേ? ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഈ കമന്റ് എം, ഇഫ് യു ആർ ക്ലിയർ, മൈൻഡിന്റെ എം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡിന്റെ എം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പൊ നമ്മളെ മൈൻഡിൽ ഉണ്ടാകുന്ന ട്രോമകള്,
നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മുടെ അകത്തുണ്ടായ ട്രോമകൾ വരാം. രണ്ടാമതായിട്ട് എന്ത് വരാം? നമുക്ക് ഡിപ്രഷൻ, വിഷാദം വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങളില് ആങ്സൈറ്റി വരാം. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ആശങ്ക. നമുക്കിങ്ങനെ ഈ അസുഖം വരുമോ? എനിക്ക് ആ അസുഖമുണ്ടോ? ഇന്നിപ്പോ അല്ലേ ഭയങ്കര നമ്മള് യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാല് കുറെ ഈവൻ ഡോക്ടേഴ്സ് അടക്കം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഡോക്ടേഴ്സ് അല്ലാന്ന് നിയന്ത്രിക്കുന്നത്. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞാണ്ട് കുറെ ആൾക്കാരുണ്ട്. അവര് വന്നാണ്ട് പറയും, ഡോക്ടേഴ്സിനോട് അടക്കം ഹയർ ചെയ്താണ്ട് പറയും, നിങ്ങള് പകുതിയുള്ള സത്യങ്ങൾ വിളിച്ചു പറയും. അപ്പോഴാണ് ആളുകൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുക, കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യപ്പെടുക. അപ്പം പകുതിയുള്ള ഇത്തരം സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കും. ആളുകൾ ഇതൊക്കെ കണ്ട് ഇമ്മോ എനിക്ക് പ്രശ്നമുണ്ടോ, 10 വർഷത്തിന് ശേഷം കിഡ്നി രോഗങ്ങൾ വരാനുള്ള 4 ലക്ഷണങ്ങൾ ശരീരം 10 വർഷം മുന്നേ കാണിക്കും. ആ 4 ലക്ഷണങ്ങൾ ഇവയാണെന്നൊക്കെ പറഞ്ഞാണ്ട് അത് കേട്ടിരുന്ന് ഈ ലക്ഷണങ്ങൾ എനിക്കുണ്ടോ എന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരവുമില്ല. നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ നമ്മുടെ ശരീരത്തിന് അറിയാം. നമ്മുടെ ശരീരവേദനകൾ ഉണ്ടാക്കി വെച്ചത് അതിന് ശരീരത്തെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാനാണ്. മനസ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദനകൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ആ മനസ്സിനെ തന്നെ വേദനിപ്പിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. ആ മനസ്സിലുള്ള വേദനകളെ നിങ്ങൾ ഹീല് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ല? കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പെയിനിനെ കുറിച്ചാണ്. നമുക്ക് ദീർഘകാലമായിട്ടുള്ള വേദനകൾ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിങ്ങോട്ട് ആയെന്നിറങ്ങണം. ഒരുപാട് സോഷ്യൽ മീഡിയ കണ്ടാണ്ട് നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇതൊന്നും അല്ല. ഇപ്പൊ ഇന്നലെ വന്ന ഒരു സിറ്റിങ്ങിൽ വന്നത് ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ക്യാൻസർ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് മനസ്സിന്റെ അകത്തേക്ക് ആണി അടിച്ചു വെച്ചിരിക്കുകയാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഈ ഞണ്ട് എന്നുള്ളതാണ് ക്യാൻസറിന്റെ അർത്ഥം. ന്യൂമറോളജിയിലും ഒക്കെ ആ ഒരു അതേ ക്യാൻസർ എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ടല്ലോ. അത് കുറെ ആൾക്കാർക്ക് അത് കണ്ട് അതിന്റെ ഭീകരത കണ്ട് പേടിയായിട്ട് ഇട്ട പേരാണ്. അപ്പൊ നമ്മൾ ഈ പേരിങ്ങനെ പറഞ്ഞ് മനസ്സിലേക്ക് വീണ്ടും വീണ്ടും പേടി പേടി പേടി, എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ആണിയടിച്ച് കയറ്റിയാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുകയല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയല്ല, കൂടത്തേ ഉള്ളൂ. ക്യാൻസർ എന്ന് പറഞ്ഞ ശരിക്കും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കാണ്. നമ്മുടെ കോശങ്ങൾ പരസ്പരം മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. സാധാരണ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കോശങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ട് മിങ്കിള് ചെയ്ത് സംസാരിച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ദഹന പ്രക്രിയ അധികം വിശ്രമിച്ച് കൂടുതൽ ബ്ലഡ് ബാക്കി നമ്മുടെ സ്കിന്നിലേക്ക് ഒക്കെ ഒഴിക്കും. അതേപോലെ തന്നെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കൂടുതൽ ബ്ലഡ് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഹൃദയം പമ്പ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് അയക്കും. നമുക്ക് ചൂട് വരുന്ന സമയത്ത് ചൂട് കുറക്കാൻ വേണ്ടി ബ്ലഡ് മൊത്തം സ്കിന്നിലേക്ക് അയക്കും. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ക്യാൻസർ, അല്ല നമ്മുടെ ശരീരം. ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ, നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു പരസ്പരമുള്ള ഒരു ധാരണ തെറ്റിപ്പോവും. പരസ്പരം ഉണ്ടാക്കി വെച്ചിരുന്ന സൗഹൃദ ബന്ധങ്ങൾ തെറ്റിപ്പോവും. അവിടെയാണ് ക്യാൻസർ, അതേപോലെ തന്നെ ഇന്നുള്ള ക്യാൻസറിനേക്കാൾ അപകടകരമായിട്ടുള്ള ഇന്നുള്ള വേറെ അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങാം. പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ എണീറ്റപ്പം ശരീരത്തിന് ചുറ്റും നിൽക്കുന്നത് ശത്രുക്കളാണ്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നല്ല കേട്ടോ, ശരീരത്തിന് ചുറ്റും ശത്രുക്കളാണ് എന്നുള്ള തോന്നൽ. നമ്മൾ രക്തത്തിന് പോകുന്നിടത്തെല്ലാം തോന്നാണ് ഇതൊക്കെ എൻ്റെ ശത്രുവാണ്. നമ്മുടെ മനസ്സിനകത്ത് നിങ്ങൾ കയറ്റി വെച്ച വികാരങ്ങൾ, അത് ശത്രുതയായിരിക്കാം, എല്ലാ നെഗറ്റീവ് വികാരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളെ വലിയ രീതിയിൽ രോഗിയാക്കാൻ കാരണമാകും. ഇതാണ് ഞാൻ പറഞ്ഞ അവബോധം. ഈ ഒരു അവബോധം നിങ്ങളുടെ അകത്തേക്ക് കയറിയാൽ
അപ്പൊ ഇത് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നും രക്ഷപ്പെടാന്, ഇതിനെ ഒഴിവാക്കാൻ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങള്, വേദനകൾ നല്ലതാണ്, പക്ഷേ അത് വേദനകളുടെ ആ മെക്കാനിസത്തെ ഞാൻ തെറ്റിച്ചാൽ, എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ വേദനിപ്പിച്ച് ഒരുപാട് വേദനിപ്പിച്ചാൽ അത് നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അതോ കൺഫ്യൂഷൻസ് ഉണ്ടോ ഇനി ഞാൻ പറഞ്ഞാല്? ഓക്കെ, ഇത് തുടക്കത്തില് നിങ്ങൾക്ക് ഇപ്പൊ സങ്കടം വരുന്ന സമയത്ത്, സാഡ്നെസ് വരുന്നു, ചെറിയ എന്തൊക്കെയോ ഒരു എനർജി കുറവാണ് ഫീൽ ചെയ്യുക തുടക്കത്തില്. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വേറെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടം ഒരു നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമങ്ങളായിട്ട്, നമ്മൾ അതിനെ ഗ്രീഫ് എന്ന് വിളിക്കുക, അതായിട്ട് രൂപാന്തരപ്പെടും. അതായിട്ട് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ തെറാപ്പികളിലൂടെ തിരിച്ചു കൊണ്ടുവരണം. അതല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഫൈബ്രോമയാൾജിയ, അതേപോലെ ശരീരം വെറുതെ വേദനിക്കുന്നത്, മസിൽസ് ഒക്കെ വെറുതെ വേദനിക്കുന്നത്. നിങ്ങൾ എവിടെയും ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോഴും ഡോക്ടേഴ്സ് പറയും വേദനയുണ്ട് പക്ഷെ ഒന്നും കാണാനില്ല, നിങ്ങളുടെ ശരീരത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം പ്രശ്നം എവിടെയാണ്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുത്ത ട്രോമകളാണ്, നിങ്ങൾ കൊടുത്ത ടെൻഷൻസ് ആണ്. അനാവശ്യമായിട്ട് നിങ്ങൾ നിരന്തരം ഒരാവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻസ്, ഓരോ ചിന്തകൾ വരുമ്പോൾ മാറി മാറി ടെൻഷൻ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു. അത് ശരീരത്തിലെ വേദനകളായിട്ട് വന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രശ്നമില്ല. കുറെ കാലം നിങ്ങൾ ഇതുകൊണ്ട് നടന്നു. പിന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ കാണുക നിങ്ങളുടെ ശരീരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ജോയിന്റുകളിൽ ചെറിയ ചെറിയ വാദത്തിന്റെ സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ചെറിയ അസുഖങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു തരും. അപ്പൊ ഇതിലേക്കൊക്കെ എത്താതെ നിങ്ങൾ ഇതിനെ പിടിച്ചു നിർത്തുക. ഇതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇതിപ്പോ ഞാൻ ആകെ കേരളത്തിലെ ഒരു 5 ജില്ലകളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ക്ലിനിക്കൽ പീരീഡിൽ. അവിടെ നിന്നും എനിക്ക് മനസ്സിലായ സത്യങ്ങളല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് എന്ത് അസുഖം ഉണ്ടായാൽ എങ്ങോട്ടാ ഓടാറ്? എങ്ങോട്ടാണ് നമ്മളെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ അവര് നേരെ വിമാനം എടുത്ത് എങ്ങോട്ടാ ഓടാറ്? നിങ്ങൾക്കറിയോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ. കേരളത്തിലെ രാഷ്ട്രീയക്കാര് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാൽ കേരളത്തിലെ അല്ല അവരൊന്നും ട്രീറ്റ് ചെയ്യുന്നത്, അവര് വിദേശത്തേക്ക് പറക്കാം. എങ്ങോട്ടാണ് അവർ പറക്കാറ്? അവർ പറക്കാറ് അമേരിക്കയിലുള്ള USA, അമേരിക്കയിലുള്ള താങ്ക് യു, അമേരിക്കയിലുള്ള മയോ ക്ലിനിക്കിലേക്കാണ് അവരൊക്കെ പറന്നു പോകുന്നത്. മയോ ക്ലിനിക്കിൽ നടത്തിയ പഠനത്തിൽ 1950 ശേഷം 1970 അവര് പഠനം നടത്തി, 80 പഠനം നടത്തി, 90 പഠനം നടത്തി. ഈ പഠനം നടത്തിയ ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ ഒരു അവയർനെസ്, ഈ അവബോധത്തിന്റെ ശക്തിയിൽ ഒരുപാട് ആളുകളുടെ അസുഖങ്ങൾ മാറിപ്പോകുന്നു. 1975 മുതൽ 4ാമത്തെ സ്റ്റേജിലെ ക്യാൻസറിന് തിരിച്ചു വന്ന ആളുകൾ ഒരുപാടുണ്ട്. 4ാമത്തെ സ്റ്റേജ്, അതായത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മുതൽ പറഞ്ഞു തരുന്നുണ്ട് പോൾ ഗൗളറുടെ കഥ. അതേപോലെ ഒരുപാട് പോൾ ഗൗളറുടെ മോട്ടിവേഷനിൽ തന്നെ ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുണ്ട്. പോൾ ഗൗളർക്ക് 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു, പാൻക്രിയാസ് ക്യാൻസർ. ഇന്നും ചികിത്സയില്ലാത്ത സംഭവമാണത്. അത് പടർന്ന് നമ്മുടെ ചെസ്റ്റിലുള്ള വലിയ ബോണില്ലേ, അതിലേക്കടക്കം വന്നിരുന്നു, ശ്വാസകോശത്തെ ബാധിച്ചിരുന്നു. അതിൻ്റെ ശേഷമാണ് ഇയാൻ ഗൗളർ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്, ഈ അവബോധത്തിന്റെ പവർ. അപ്പൊ നിങ്ങൾക്ക് എത്ര അസുഖമുണ്ടോ, നിങ്ങൾ ഏത് സ്റ്റേജിലാണോ, എത്ര പ്രശ്നത്തിലാണോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾ തയ്യാറുണ്ടോ ഈ അവബോധത്തെ നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് എടുക്കാൻ, ആത്മാർത്ഥമായിട്ട് എടുക്കാൻ? നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള മാറ്റങ്ങളായിരിക്കും. നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ എടുക്കണം.
ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത് പലപ്പോഴും നമ്മുടെ അകത്ത് ഒരുപാട് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാകും. എൻ്റെ അസുഖങ്ങൾ മാറില്ല. ജപ്പാനിൽ നടന്ന പഠനത്തിൽ അവർ തെളിയിച്ചിട്ടുണ്ട് ഈ അസുഖത്തിന് ചികിത്സയില്ല, ഇത് മാറില്ല എന്ന്. ബ്രിട്ടനിൽ നടത്തിയ വേറെ പഠനത്തിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ അസുഖത്തിന് ചികിത്സയില്ല, ഇത് എൻ്റെ പ്രശ്നം മാറില്ല, ഇത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് എന്നുള്ളതൊക്കെ. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ദുരിതങ്ങൾ എന്താണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ആ സംഭവം നിങ്ങൾ എന്ന് പൂർണ്ണമായിട്ട് അകത്തേക്ക് എടുക്കുന്നോ അന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കമന്റ് ചെയ്യോ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് സെൽഫ് അവയർനെസ്സിനെ കുറിച്ചാണ്. ഇത് 100% മാറിപ്പോവും. അതിൽ നിങ്ങൾ ഇനിയും ഒരു ഡൗട്ട് വെക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അസുഖങ്ങളെ പേരിട്ട് വിളിക്കുന്ന തിരക്കിലാണ് അധിക പേരും. എൻ്റെ അസുഖം എന്താണ്? എൻ്റെ അസുഖം ആമവാദമാണ്, അതല്ലെങ്കിൽ എൻ്റെ അസുഖം IVDP ആണ്, ഇന്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, എൻ്റെ പ്രശ്നം L4-L5 ഇതിലാണ്, അല്ലെങ്കിൽ C4-C5 പ്രശ്നം എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ മനസ്സിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റ്, അത് നിർത്ത്. അതൊക്കെ ഡോക്ടേഴ്സും മെഡിക്കൽ വിദഗ്ധരൊക്കെ ചെയ്തോളും. നിങ്ങളുടെ മുന്നിൽ എന്താണ് പ്രശ്നം? നിങ്ങളുടെ ശരീരത്തിന് വേദനയുണ്ട്, അതിൻ്റെ കാരണം എൻ്റെ മനസ്സിലെ എൻ്റെ പ്രശ്നങ്ങളാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു കണ്ടീഷൻ അല്ല. ഇത് ഇത്രയും കാലം ഇങ്ങനെയായിരുന്നു, ഇപ്പൊ എൻ്റെത് വളരെ സ്റ്റേജ് മൂർച്ഛിച്ചു പോയി, ഞാനിപ്പോൾ ഒരുപാട് മരുന്ന് കുടിക്കുന്നുണ്ട്, എൻ്റെ സ്റ്റേജ് മൂർച്ഛിച്ചു പോയി, എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെയല്ല. ഏത് സ്റ്റേജിൽ നിന്നും നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ യൂട്യൂബിൽ കയറണം. രാംദാസിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യണം. ഒരു അമേരിക്കക്കാരനാണ്. സ്ട്രോക്ക് വന്നു, പക്ഷാഘാതം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഇന്ന് വരുന്നൊരു അസുഖമാണ് സ്ട്രോക്ക്, പക്ഷാഘാതം. തലക്കകത്തുള്ള രക്തക്കൊഴലുകളില് ക്ലോട്ട് വരിക, എന്നിട്ട് ഒരു ഭാഗം തളർന്നു പോകുക, ചിലർക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാവുക. രാംദാസിന്റെ ഒരു ഭാഗം, ഒരു സൈഡ് കംപ്ലീറ്റ്ലി തളർന്നു പോയി. ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ ഇനി, അദ്ദേഹം ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു, ഒരുപാട് അഡ്വഞ്ചറസ് ഗെയിമുകള് ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. നിങ്ങൾ ഇനി ഒരുപാട് ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷ വെക്കരുത്, അത് നിങ്ങൾക്ക് നിരാശയായിരിക്കും സമ്മാനിക്കുക. ലൈഫിൽ ഇനി നമുക്കിത് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് മയോ ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് പാനൽ ഒന്നടങ്കം രാംദാസിനോട് പറഞ്ഞു. കുറച്ചു കാലം രാംദാസ് ഒക്കെ ഡിപ്രഷൻ അടിച്ചിരുന്നു. അതിന്റെ ശേഷം രാംദാസ് ഈ ഒരു അവയർനെസ് നിങ്ങളെ യൂട്യൂബിലെടുത്ത് ഇന്ന് തന്നെ അടിച്ചു നോക്കണം. നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടി, ആ ഒരു ഭംഗി, ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയും. നെറ്റ്ഫ്ലിക്സ് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിയാണ് തയ്യാറാക്കിയിട്ടുണ്ട്. അവയർനെസിന്റെ ശക്തിയിൽ നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ശരീരം മൊത്തം തളർന്നു കടന്ന രാംദാസിന് ജീവിതത്തിലേക്ക് പുല്ലുപോലെ തിരിച്ചു വന്ന് ലോകമാകെ ഓടി നടന്ന് പ്രസംഗിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? നിങ്ങളുടെ ഇന്നത്തെ വേദനകള്, ദുരിതങ്ങളൊക്കെ നിങ്ങൾ അനുഗ്രഹമായിട്ട് എടുക്കണം. അത് നാളെ എനിക്കിത് മനസ്സിലാക്കി തരാനുള്ള ഒരു ഉപാധിയായിരുന്നു. കാരണം ഇത് ഈ വേദനകൾ വന്നില്ലെങ്കിൽ, പ്രശ്നങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചറിയില്ല എൻ്റെ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ പരിഹരിക്കണമായിരുന്നു, ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം ഇതേപോലെ വേദനകൾ ഉണ്ടാക്കി നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? വേദന സംഹാരികൾ കുടിക്കുന്നു. ആ വേദനകളെ അപ്പം തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യുന്നു. അങ്ങനെയല്ല.
അതിൻ്റെ മൂല കാരണമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളെയാണ് നിങ്ങൾ മാറ്റേണ്ടത്. നിങ്ങളുടെ ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാത്തവരെ ഇന്ന് തന്നെ ചെയ്യണം. നിങ്ങൾ ചെയ്യില്ലേ? ചെയ്യില്ലേ? കമന്റ് യെസ്, കമന്റ് യെസ്. ഓക്കെ, നമ്മൾ അധികം ആളുകളും തിരക്കിലാണ്. അസുഖങ്ങളുടെ എക്സ്റേ എടുക്കുന്നു, MRI എടുക്കുന്നു, എന്നിട്ട് അതിന് പേരിടുന്നു. എന്നിട്ട് ആ അസുഖത്തെ പാല് കൊടുത്ത് തേന് കൊടുത്ത് വളർത്തിക്കൊണ്ടേയിരിക്കാണ് നമ്മൾ. അത് നിർത്തുക. അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ അവബോധം, ഞാൻ പറഞ്ഞ ഈ ഒരു ബോധം നിങ്ങളുടെ ഉള്ളിലേക്ക് ആത്മാർത്ഥമായിട്ട് അടിച്ച് കയറ്റുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ഇതിലൊരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ഈ അസുഖം ആ അസുഖം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അസുഖങ്ങൾ മാറും. നിങ്ങളുടെ ലൈഫിലും മിറാക്കിൾസ് സംഭവിക്കും. ഓക്കെ, നമുക്ക് ഞാൻ ചെറിയ മെഡിറ്റേഷൻ സെഷൻ പറയാം. ഓക്കെ, ആർ യു റെഡി ഫോർ ദാറ്റ്? നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ലൈഫിൽ പിന്നെ വേണ്ട ഒരു സംഭവമാണ് സെൽഫ് ലവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ നിങ്ങളെ കളിയാക്കിയാലും, ഏതൊക്കെ അസുഖങ്ങൾ നിങ്ങളെ വേട്ടയാടിയാലും, ഈ ലോകത്ത് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരും വന്ന് നിങ്ങളെ സ്നേഹിക്കില്ല. അവബോധത്തിന്റെ കൂടെ നിങ്ങൾ സെൽഫ് ലവ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ദിവസവും കൊടുക്കണം. ഇത് നമ്മൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രം കൊടുക്കാനുള്ളതല്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉച്ചക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു, ടെൻഷൻസ് വരുന്നു, നിങ്ങൾ വീണ്ടും ഈ അഫോർമേഷൻസ് കൊടുക്കണം. നിങ്ങൾ ഇതിനെ ചിന്തിച്ചിരുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറില്ല. കാരണം ചിന്തകൾ അടങ്ങിയ നമ്മുടെ മനസ്സ് ആ ഒരു ബോട്ടിലിന്റെ മേൽഭാഗം മാത്രമാണ്. ആ വലിയ ബോട്ടിലിന്റെ താഴത്ത് വലിയ മനസ്സുണ്ട്. നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന, ഹൃദയം എപ്പം ഇടിക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന, നമ്മുടെ കിഡ്നിയെ സംരക്ഷിക്കുന്ന, എത്രത്തോളം ഫിൽറ്റർ അരിച്ചു വിടണം എന്ന് തീരുമാനിക്കുന്ന, നമ്മുടെ കാലുകളുടെ മസിൽസിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ മനസ്സിന്റെ ഉള്ളിലുണ്ട്. അപ്പം അതിന് നിങ്ങൾ അഫോർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ആദ്യം അഫോർമേഷൻസിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ തുടക്കത്തിൽ ഇപ്പൊ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാത്തൊരു സ്റ്റേജ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് അഫോർമേഷൻസ് തുടക്കത്തിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ ചെറിയൊരു എനർജി ഫീൽ ചെയ്യുന്നല്ലാതെ തുടക്കത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ തോന്നാത്ത അവസ്ഥ ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ നിങ്ങൾ അവിടം കൊണ്ട് നിർത്തരുത്. അവിടം കൊണ്ട് നിർത്താതെ വാല്യൂ ഓഫ് അച്ചീവ്മെന്റിലേക്ക്, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ലക്ഷ്യം വെച്ച നിങ്ങളുടെ സക്സസ്, അത് അസുഖങ്ങൾ മാറലായിരിക്കാം, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതിലേക്ക് എത്തുന്നത് വരെ ചിലർക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും, ചിലർക്ക് കുറച്ച് ടൈം എടുത്തായിരിക്കും എത്തുക. എന്ത് തന്നെയായിരുന്നാലും ആ സ്റ്റേജിലേക്ക് നിങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കണം. അതുവരെ ക്ഷമയോടെ നിങ്ങൾ അഫോർമേഷൻ കൊടുക്കണം. രാവിലെ ഒരു നേരം ഞാൻ പറയുമ്പോൾ ഇത് മനസ്സിലേക്ക് എടുക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാക്കണം. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പം, ഈ ചിന്തകൾ വരുമ്പം, നെഗറ്റീവ് ചിന്തകൾ വരുമ്പം, ഇത് എൻ്റെ അകത്ത് നിന്ന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള അഫോർമേഷൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ മൈൻഡിലേക്ക് ഇത് കയറുള്ളൂ. കാരണം നമ്മൾ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ 24/7 നമ്മൾ മനസ്സിലേക്ക് കയറ്റുന്നില്ലേ? ഈ അഫോർമേഷൻസ് ദിവസം ഒരു നേരം മാത്രം കയറ്റിക്കൊണ്ടിരുന്നാല് അതെങ്ങനെ ബാലൻസ്ഡ് ആകും? അത് ബാലൻസ്ഡ് ആകണമെങ്കിൽ നിങ്ങൾ പറ്റാവുന്ന അത്ര സമയം നിങ്ങൾ ഇത് കൊടുക്കുക. ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, മെഡിറ്റേഷൻസിലേക്ക് കടക്കാം. കമന്റ് R.
If you are ready for meditation, comment R. ഓക്കെ, ഞാൻ പറഞ്ഞത് അമേരിക്കയിലെ, നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് സെർച്ച് നോക്കണം, അമേരിക്കയിലെ മയോ ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് നടത്തിയ പഠനത്തിന്റെ റിസൾട്ടുകളാണ് ഞാൻ പറഞ്ഞത്. ഇത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഒരുപാട് പേര് ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്കും സാധിക്കും ഇതിലൂടെ മാറ്റം വരുത്താൻ. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നു, നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. നിങ്ങൾ സമ്പത്തിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പൈസ അയെക്കുറിച്ച് പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിൽ മാത്രമേ പൈസ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ലോട്ടറി അടിച്ചവർ 1 വർഷം കൊണ്ട് എന്തുകൊണ്ട് പാപ്പരായി പോകുന്നു? അവർ പൈസയെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ, നമ്മളെ എക്കണോമിക്കൽ ലിറ്ററസി എന്ന് പറയും, സാമ്പത്തികപരമായിട്ടുള്ള വിദ്യാഭ്യാസം അതില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, യു ആർ റെഡി? ഒരുപാട് പേര് 6 കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്മാൾ മെഡിറ്റേഷൻ സെഷൻ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ കാമായിട്ട് നല്ലൊരു സ്ഥലത്തിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാത്തൊരു സ്ഥലത്ത് വളരെ സമാധാനത്തോടെ ഇരിക്കുക. ഫസ്റ്റില് ഞാൻ സാധാരണ ഇന്നലെ അക്സെപ്റ്റൻസിന്റെ മാത്രമാണ് ഞാൻ ബ്രീത്തിങ്ങിൽ ചെറിയ ഒരു വ്യത്യാസം വരുത്തിയത്. നിങ്ങൾക്ക് ഇന്ന് വീണ്ടും സാധാരണ പോലെ ചെയ്യുന്നത് പോലെ സ്മാൾ ബ്രത്ത്, ഡീപ്പ് ബ്രത്ത്, പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടാം. ടേക്ക് സ്മാൾ ബ്രത്ത്, ഡീപ്പ് ബ്രത്ത്, ശ്വാസം പതുക്കെ പുറത്തേക്ക് ഊതി വിടുക. ഞാൻ ജനറലി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സെഷൻസ് ആണ് പറയുന്നത്. ചിലർക്ക് ചിലപ്പോൾ ഇൻഡിവിജ്വലി ഡിഫറെന്റ് സെഷൻ ആയിരിക്കും വേണ്ടിയിരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും ഫോളോ ചെയ്യുക, പരമാവധി ഇതേപോലെ തന്നെ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരും. ഇപ്പൊ തന്നെ ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വന്നു എന്നുള്ള മെസ്സേജസ് നമുക്ക് ലഭിക്കാറുണ്ട്. നിങ്ങൾക്കും വലിയ ഓരോരുത്തർക്കും വലിയ മാറ്റങ്ങൾ വരും. എൻ്റെ അസുഖം ചെറുതാണ്, മറ്റേ അസുഖം വലുതാണ്, ഈ അസുഖത്തിന്റെ പ്രശ്നങ്ങൾ ഇത്രയാണ് എന്നുള്ളതൊന്നും ചിന്തിച്ചു നിൽക്കേണ്ട. ഏത് ലെവലിലായിരുന്നാലും നിങ്ങൾക്ക് മാറ്റം ലഭിക്കും. ഓക്കെ, ടേക്ക് സ്മോൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്, പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാം. ഓക്കെ, അഗെയിൻ ഡു ഇറ്റ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിലുമാണ്. ടേക്ക് യുവർ ബ്രത്ത് സ്മോൾ ഡീപ്പ്, പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടൂ. ഈ നെർവസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണ്, ഇനിയൊന്ന് സമാധാനിക്ക്. എനിക്ക് നീ വേദനകൾ തന്നു, എനിക്ക് സിഗ്നൽ തന്നു, എനിക്ക് മനസ്സിലായി. ഇന്നലെ വരെ എനിക്കത് മനസ്സിലായിരുന്നില്ല. ഞാൻ പ്രശ്നങ്ങള് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇന്നു മുതൽ ഞാനതിനെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഓക്കെ, ടേക്ക് സ്മാൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്, പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. ഇനി സ്റ്റിമുലേഷൻ, കൈകൾ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഒരു കൈ റബ്ബ് ചെയ്യുക, മാറ്റി ഓപ്പോസിറ്റ് ഇതേപോലെ റബ്ബ് ചെയ്യുക. റബ്ബ് യുവർ ഹാൻഡ്സ്, ചേഞ്ച് ആൻഡ് റബ്ബ് യുവർ ഹാൻഡ്സ്. ഫീൽ ചെയ്ത് റബ്ബ് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ഫിംഗേഴ്സിനെ കൊണ്ട് മറ്റ് ഫിംഗേഴ്സിനെ റബ്ബ് ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് നെർവസ് സിഗ്നൽ കൊടുക്കുന്ന സെല്ലുകളുണ്ട് നമ്മുടെ വിരലുകളുടെ അറ്റത്ത്. അപ്പൊ ഈ സിഗ്നൽ സെൽസിനെ എല്ലാം നോസിസെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഇതിലൂടെയെല്ലാം സിഗ്നൽസ് അകത്തേക്ക് പോവുകയാണ്. നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ള സിഗ്നല് നെർവസ് സിസ്റ്റത്തിന്റെ അകത്തേക്ക് പോവുകയാണ്. നൗ ടേക്ക് സ്മാൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്, ശ്വാസം പതുക്കെ പുറത്തേക്ക് ഊതി വിടുക. നിങ്ങളിത് മോർണിംഗ് മാത്രമല്ല കേട്ടോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബാക്കി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കുക.
ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഫോമേഷൻസ് കൊടുക്കാം. എനിക്ക് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെനിക്ക് മനസ്സിലായി, അത് എൻ്റെ നെർവസ് സിസ്റ്റം എനിക്ക് തന്ന സിഗ്നലായിരുന്നു, എൻ്റെ പോക്ക് ശരിയല്ല, ഞാൻ ജീവിതത്തെ കാണുന്ന രീതികൾ ശരിയല്ലായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ, ഞാനതിൽ മാറ്റം വരുത്താൻ റെഡിയാണ്, ഞാനതിൽ ഇപ്പം മുതൽ മാറ്റം വരുത്തുന്നു, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യൂ. എത്ര നന്നായിട്ട് ഇമാജിൻ ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ അത് തന്നെ വീണ്ടും വീണ്ടും ഇമാജിൻ ചെയ്യൂ. നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരുന്നു, മനസ്സിലാക്കാത്തത് കൊണ്ടായിരുന്നു ഇത്രയും കാലം നമ്മുടെ പ്രശ്നം. നമ്മളതിപ്പോൾ മനസ്സിലാക്കി. ഈ ഒരു അവബോധം എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ കയറ്റുന്നു. എൻ്റെ നെർവസ് സിസ്റ്റം തന്ന സിഗ്നലുകൾ എനിക്ക് മനസ്സിലായില്ല, എൻ്റെ അസുഖങ്ങള് പ്രശ്നങ്ങൾ അകത്തുണ്ട് എന്നുള്ളതിൻ്റെ പുറത്തേക്ക് തന്ന സിഗ്നലുകളായിരുന്നു. ഞാനതിനെ അംഗീകരിക്കുന്നു, ഞാനത് ആ പ്രശ്നത്തെ മനസ്സിലാക്കുന്നു, ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഇതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഓക്കെ, 3-4 അഫോമേഷൻസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ അഫോമേഷൻസ് നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ അകത്തേക്ക് കൊടുക്കുക, ഓരോന്നായിട്ട്. ഇതിലെ ഈ ഒരു അവയർനെസ്, ഈ ഒരു പ്രശ്നത്തിൻ്റെ വ്യാപ്തി, ഈ എൻ്റെ അസുഖങ്ങൾ എൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, ആ മാനസിക പ്രശ്നങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നു, അത് മാറ്റിയെടുക്കാൻ ഞാൻ റെഡിയാണ്, അത് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അകത്ത് തന്നെയാണ് അത് മാറ്റാനുള്ള, അതിനെ ശരിയാക്കാനുള്ള ശേഷി നമ്മുടെ ബോഡിക്ക് തന്നെയുള്ള ഹീലിംഗ് പവറാണ്. അതല്ലാതെ പുറത്തുനിന്ന് എവിടുന്ന് ആരെയും കൊണ്ടുവന്ന് തരേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അകത്തുണ്ട് ആ പവർ, ഹീലിംഗ് പവർ. രാംദാസിന് ശരീരം മൊത്തം തളർന്നു കിടന്ന് രാംദാസിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ ഹീലിംഗ് പവർ, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഹീലിംഗ് പവർ എനിക്കും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഭംഗിയിൽ എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ശരീരം സുഖപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ശരീരത്തിലെ പ്രശ്നങ്ങൾ മാറുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തും തന്നെ ആയിരിക്കോട്ടെ, ഏത് സ്റ്റേജിലായിരുന്നാലും അത് തിരിച്ചു വന്ന് നിങ്ങൾ അസുഖങ്ങൾ മാറുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്ന, നിങ്ങളുടെ ദുരിതങ്ങൾ മാറുന്ന ഒരു ദിവസം, ആ ദിവസത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആ ദിവസം നിങ്ങളുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തു ചിന്തിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ ചുറ്റും നോക്കുന്നു, നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ഒരു ലൈഫ്, ബന്ധങ്ങളിൽ നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ഒരു ദൃഢത, ആത്മാർത്ഥത, അതേപോലെ തന്നെ നിങ്ങളുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ വേദനകൾ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. വേദനകൾ എവിടെ പോയി? വേദനകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ പരസ്പരം തെറ്റി നിന്നിരുന്ന ക്യാൻസർ കോശങ്ങൾ ഇപ്പോൾ സൗഹൃദത്തിലായി, പഴയ സൗഹൃദം പുനഃസ്ഥാപിച്ചു. അങ്ങനത്തെ ഒരു ദിവസത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആ സന്തോഷം, ആ ഒരു ഹാപ്പിനെസ് എന്തായിരിക്കും എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. വീണ്ടും വീണ്ടും സങ്കല്പിക്കൂ. എഗെയിൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് എത്ര നന്നായിട്ട് സങ്കല്പിക്കാൻ ശേഷിയുണ്ടോ എന്നുള്ളത് ഇവിടെ വിഷയമല്ല. വീണ്ടും വീണ്ടും സങ്കല്പിക്കൂ. അങ്ങനെ ഒരു ദിവസം വരും. കാരണം ഒരുപാട് പേർക്ക് അങ്ങനെ ഈ ഒരു അവയർനെസ്സിൽ അങ്ങനത്തെ ദിവസങ്ങളല്ല, അങ്ങനത്തെ ഒരു ജീവിതം തന്നെ അവയർനെസ് സമ്മാനിച്ചിട്ടുണ്ട്. ഇതേ അവയർനെസ്സാണ്, ഇതേ ടൂളാണ് എൻ്റെ കയ്യിലുമുള്ളത്. പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം? ഞാൻ എന്തിനു ദുരിതത്തിൽ പോകണം? ഞാൻ ലൈഫിനെ തിരിച്ചു പിടിച്ച് ഈ ഒരു ദിവസത്തിലേക്ക് ഞാൻ എത്തും. ഓക്കെ, again do it. Imagination. Take your small breath, deep breath. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക.
ഇനി നിങ്ങൾ ഒരുപാട് അഫർമേഷൻസ് ഒന്നും കൊടുക്കണ്ട. എനിക്കിത് മനസ്സിലായി, ഞാനിത് അംഗീകരിക്കുന്നു. ഈ ഒരു ജീവിതത്തിൻ്റെ പ്രോസ്പെരിറ്റിയിലേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതിലേക്ക് എനിക്ക് കാണുന്നുണ്ട്. ആ അസുഖങ്ങൾ മാറിപ്പോകുന്നതായിട്ട് എനിക്ക് അറിയുന്നുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത്, എൻ്റെ വേദനകൾ മാറിപ്പോകുന്നത്, എൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നത്, പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു അഫർമേഷനാണ് അവസാനം ഞാൻ പറഞ്ഞ സിമ്പിൾ അഫർമേഷൻ. ഇതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കേണ്ടത്. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള, ദുരിതങ്ങൾക്കുള്ള കാരണം എന്തായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു അവയർനെസ്, ആ ഒരു അവബോധം ഞാൻ ഏറ്റെടുക്കുന്നു. അതിലൂടെ എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഈ നിമിഷം മുതൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അവബോധം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ളതെല്ലാം മാറിപ്പോവും. ബാക്കിയുള്ളതെല്ലാം ചെറിയ പ്രശ്നങ്ങൾ. നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളുടെ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ, നിങ്ങളുടെ വീട്ടിൽ സൗന്ദര്യ പിണക്കം സംഭവിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കുട്ടികൾ വാശി പിടിച്ചിരിക്കുന്നു, റൂമിൽ അടച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, സൗന്ദര്യ പിണക്കത്തിലാണ്. എന്ത് സംഭവിക്കും? നിങ്ങൾ കുറച്ച് താന്നു കൊടുത്ത് ഓക്കെ, പ്രശ്നം പരിഹരിക്കും. അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളുടെ സൗന്ദര്യ പിണക്കവും നിങ്ങൾക്ക് ഈ അവബോധത്തിൻ്റെ ശക്തിയിൽ മാറ്റാൻ സാധിക്കും. ഇത് നിങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, നൗ ടേക്ക് സ്മോൾ ബ്രെത്ത്, ഡീപ് ബ്രെത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. ഓക്കെ, അഗൈൻ ഡു ഇറ്റ്. ഓക്കെ, നൗ റിലാക്സ്. നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. ഓക്കെ, അധികം ആൾക്കാരും നമ്മുടെ വീട്ടിൽ അടുക്കളക്ക് തീ പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? എന്ത് ചെയ്യും അടുക്കളക്ക് തീ പിടിച്ചാൽ? കമന്റ്. അടുക്കളക്ക് തീ പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അടുക്കളയിൽ തീ പെട്ടെന്ന് അങ്ങ് കത്തിക്കയറി എന്ത് ചെയ്യും? നമ്മൾ തീ അണക്കാൻ നോക്കും. പറ്റില്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടും. തീ അണക്കാൻ നോക്കും. അതും പറ്റിയില്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കും. പക്ഷെ അതേ സമയം നമ്മളെ വാതിലടച്ച് നമ്മളെ റൂമിൽ പോയി അകത്തേക്ക് പുക കയറുന്നതിന് ഒക്കെ ഗ്യാസ് ഓഫ് ചെയ്യും. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും ഗ്യാസ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കും. അതിന് പകരമായിട്ട് നമ്മളെ റൂമിൽ കയറി വാതിലടച്ച്, പുക അകത്തേക്ക് വരാതിരിക്കാൻ വാതിലടച്ച് അകത്ത് കയറിയിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ അസുഖത്തിന്റെ കാര്യത്തിൽ നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദുരിതത്തിൽ, നമ്മുടെ സാമ്പത്തിക പ്രശ്നം എന്തു തന്നെ ആയിക്കോട്ടെ, അതിന്റെ കാര്യത്തിൽ അതിൽ നിന്നും ഒളിച്ചോടിയിട്ട് നമ്മുടെ ഇതിന്റെ മൂലകാരണമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ റൂമിൽ കയറി വാതിലടച്ച് തൽക്കാലം വേദനക്കുള്ള ചികിത്സ ചെയ്യുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള താൽക്കാലിക കാര്യങ്ങൾ നോക്കുന്നു. നമ്മുടെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു തീ കെടുത്താനും അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. വളരെ സത്തായി തോന്നുന്നു. ഓക്കെ, മുമ്പ് EFT ചെയ്തിരുന്നു നിങ്ങളുടെ. ഓക്കെ, താങ്ക് യു. നമ്മൾ നോർമൽ EFT അല്ല, EFT ന്നും കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക്. നമ്മൾ ഒന്നും കൂടി നെർവസ് സിസ്റ്റത്തെ, അതേപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് ഹീൽ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം. നിങ്ങളുടെ ശരീരത്തിലെ പ്രശ്നങ്ങള് നിങ്ങളുടെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയാണ്. അത് കെടുത്താതെ നിങ്ങളുടെ നിങ്ങളുടെ പുറത്ത് സോറിയാസിസ്, ചൊറി ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ ചികിത്സിക്കേണ്ടത് ക്രീമുകൾ വാരിത്തേക്കുന്നു, മരുന്നുകൾ എടുക്കുന്നു. സോറിയാസിസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ
ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ശരീരത്തെ തന്നെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ബ്ലഡിന്റെ ആ ഒരു അവരുടെ കളികളൊക്കെ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. വെടിവെപ്പാണ് ഉള്ളിൽ നടക്കുന്നത്. വിഴുങ്ങുന്നു, വെടിവെക്കുന്നു, പല തരത്തിലുള്ള സൈന്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇവര് നമ്മുടെ തൊലിപ്പുറത്ത് നിന്ന് വെടിവെക്കുന്നു. തൊലിപ്പുറത്ത് സോറിയാസിസ് അസുഖങ്ങൾ വരുന്നു. മയോ ക്ലിനിക്കിൽ 1990-ലാണെന്ന് എൻ്റെ ഓർമ്മ, കറക്റ്റ് ഡേറ്റ് നോക്കണം, നടത്തിയ പഠനത്തില് സോറിയാസിസ് പേഷ്യന്റില് അവര് അവയർനെസ്, മെഡിറ്റേഷൻ, അവബോധം കൊടുത്തുകൊണ്ടേയിരുന്നു. മരുന്നുകളുടെ ആവശ്യമില്ലാതെ തന്നെ അവരുടെ സോറിയാസിസ് മാറിപ്പോയി. ഈ പഠനം നടത്തുമ്പോൾ തന്നെ വേറൊരു ഗ്രൂപ്പിന് അവരിത് ചെയ്യാതെ നിർത്തും. അതിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്നാ പറയാം. ആ ഗ്രൂപ്പില് ഈ അസുഖങ്ങൾ മാറിയില്ല. അവർ സ്ഥിരം മരുന്ന് കൊടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു അവബോധം കയറിയ ആളുകളുടെ സോറിയാസിസ് മാറിപ്പോയി. സോറിയാസിസ് ഉള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എത്ര മരുന്ന് കുടിച്ചാലും അപ്പം കുറയും. കാരണം നമ്മളെ ബ്ലഡിലെ രക്താണുക്കൾ തൽക്കാലം ഒന്ന് അടങ്ങിയിരിക്കും, വീണ്ടും അസുഖം വരും. ഇതിന്റെ കാരണം നമ്മുടെ മനസ്സിനകത്തുള്ള ഈ പ്രശ്നങ്ങളാണ്. നിങ്ങൾ ഏറ്റെടുത്തില്ലേ ഈ തീയെ നിങ്ങൾ ഏറ്റെടുത്ത് എന്ന് ഹീല് ചെയ്യുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ഇത് നിങ്ങൾ അകത്തേക്ക് എടുക്കുക. അസുഖങ്ങളെ പേരിടുക. എൻ്റെ ടൈപ്പ് സോറിയാസിസ്, എറിത്രോഡെർമിക്, മയോഡെർമിക് സോറിയാസിസ് ആണ് എന്നുള്ള പേരിട്ട് ഭയങ്കര ഇംഗ്ലീഷ് പേരൊക്കെ ഇട്ട് വിളിക്കുന്നതിനെ മാറ്റി വെക്കുക. സിമ്പിളാക്കുക അസുഖങ്ങളെ. ഇത്രയേ ഉള്ളൂ എൻ്റെ അസുഖം, അതിൻ്റെ പ്രശ്നം എൻ്റെ മനസ്സിലാണ്. ആ തീ അണക്കാൻ ഞാൻ ഏറ്റെടുത്ത് അണക്കും. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ PTSD, ട്രോമാറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. നടക്കുമ്പോൾ നട്ടെല്ലിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗ്യാസ് ലോക്ക് ആവുന്ന പ്രശ്നം കുറച്ച് നേരം നിന്ന്. ഓക്കെ, കുറവുണ്ട്, താങ്ക് യു. ഇത് പൂർണ്ണമായിട്ടും മാറിപ്പോവും. കാരണം അവിടെയുള്ള രക്തക്കൊയലുകൾ, അതേപോലെ തന്നെ നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നത്. അത് മാറാന് വലിയ ചികിത്സകളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ അവബോധം അകത്തേക്ക് കയറ്റുക. ഒക്കെ സിമ്പിളാണ് കാര്യങ്ങൾ. ആളുകൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. അസുഖങ്ങളുടെ MRI എടുത്താണ്ട് അതിൽ നിന്നും സാക്കുലാർ എപ്പിത്തീലിയോയിഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് അനാവശ്യമായിട്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യങ്ങൾ സിമ്പിളാക്കി വെക്കുക. പിന്നെ ഇന്നുള്ള ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു, എങ്കിലും ഒരിക്കൽ കൂടി പറയാണ്. ഒരുപാട് യൂട്യൂബിൽ അടിക്കുന്നു, അവിടുന്ന് ഇൻഫോർമേഷൻസ് അടിക്കുന്നു. നമ്മളെടുത്ത് വരുന്ന രോഗികൾക്കടക്കം നമ്മളെക്കാളും ഭയങ്കര വിവരമായിരിക്കും. അസുഖത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്ത് തരും. ഓക്കെ, നല്ലതാണ്, അറിവുണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് ഉപകാരമില്ലാതെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന, നമ്മുടെ അസുഖങ്ങൾ കൂട്ടുന്ന ഒരുപാട് അറിവുകൾ നമുക്ക് എന്തിനാണ്? നിങ്ങൾ വയറിൽ അസുഖങ്ങളുള്ളവർ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. 3 ദിവസം കൊണ്ട് നിങ്ങളുടെ വയറിലെ കംപ്ലീറ്റ് അകത്തുള്ള കോശങ്ങളും മാറിപ്പോകുന്നുണ്ട്. നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയം ആ കോശങ്ങളും മാറിപ്പോകുന്നുണ്ട്. 3 ദിവസം മതി എൻ്റെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ എനിക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കോശങ്ങളകത്ത് അൾസറേഷൻ സംഭവിക്കുമ്പോൾ ആ കോശങ്ങളുടെ ഇന്ന കവറിങ് വരുന്നു. അതിൻ്റെ ഫിസിയോളജി ഇങ്ങനെയാണ്, ബയോകെമിസ്ട്രി ഇങ്ങനെയാണ്, പത്തോളജി, സർജറി ഒക്കെ പറഞ്ഞാണ്ട് ഇതിൻ്റെ ഒരുപാട് ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള വിവരങ്ങൾ. അതിന് ഇന്ന ഭക്ഷണം കഴിക്കണം, ആ പ്രശ്നങ്ങളുണ്ട്, അതിന് ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ നോക്കേണ്ടത് എന്നുള്ള നമ്മുടെ തലയിൽ പൊങ്ങാത്ത ഒരുപാട് ഇൻഫോർമേഷൻസും തലയിലേറ്റ് നടക്കുക. നമ്മൾ ഈ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ അഫോർമേഷൻസ് ആയി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പല സ്ഥലത്തും ഈ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള ഒരു അസുഖമുണ്ട് വയറിൽ. നിങ്ങൾ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്തു നോക്കിയാൽ അസുഖത്തിന് ചികിത്സയില്ല, മാറില്ല എന്ന് പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് അസുഖം മാറിയിട്ടുണ്ട്. ഒരുപാട് പേർക്കുണ്ട്. എനിക്ക് എക്സാമ്പിൾ എടുത്ത് പറയാൻ സാധിക്കും. അതിൻ്റെ കാരണം മനസ്സിലുള്ള നിങ്ങളുടെ ടെൻഷനാണ്.
ടെൻഷൻ എന്ന് പറഞ്ഞാൽ IBS ഉണ്ടാക്കുന്ന പ്രത്യേകിച്ചും ആങ്സൈറ്റി, അതായത് ആശങ്ക. ആ പ്രശ്നം ഇതിൽ ഇപ്പൊ എന്ത് സംഭവിക്കും, ഇങ്ങനത്തെ ഒരു ആശങ്ക മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടായിരിക്കും. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മലം മുറുകിപ്പോവും, ലൂസായിട്ട് പോവും. ഈ സംഭവങ്ങൾ നിങ്ങളെടുത്ത് യൂട്യൂബിലോ ഗൂഗിളിലോ അടിച്ചു നോക്കിയാൽ ആദ്യം കാണിക്കുക എന്താ അറിയോ, ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അവിടെ ഡൗൺ ആവും. IBS രോഗികൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം അതാണ്. ഇത് കാണുമ്പോൾ അവരാകെ വീണ്ടും ടെൻഷനാവും, അസുഖം വീണ്ടും കൂടുന്നു. അപ്പൊ ഇത്തരം അനാവശ്യമായിട്ടുള്ള നോളജുകൾ, ആരോഗ്യ വിവരം, ആരോഗ്യ നുറുങ്ങുകൾ, ആരോഗ്യ ടിപ്സ്, ട്രിക്സ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ മാറ്റുക. അതൊക്കെ എന്തിന്? അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരും മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റുകളും ഒക്കെ പഠിച്ചോളും, അവർക്ക് വിട്ടുകൊടുക്കുക. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്താണ്, നമുക്ക് ഹെൽത്തി, ഹാപ്പി, നമ്മൾ ഉദ്ദേശിച്ച ലൈഫ് ലീഡ് ചെയ്യണം. ആവശ്യത്തിന് പൈസ ജീവിക്കാൻ വേണം, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണം, അസുഖങ്ങൾ മാറി ഞാൻ ജീവിച്ചൊരു ഹെൽത്തി ലൈഫ് എനിക്ക് ജീവിക്കണം. അതിന് വേണ്ടത് ഞാൻ പറഞ്ഞ അവയർനെസ് ആണ്, അല്ലാതെ ഈ ഇൻഫർമേഷൻസ് മൊത്തമല്ല. അപ്പം ഇതിന് പ്രോസസ് ഓഫ് അൺലേണിംഗ് എന്നാ പറയാ. നിങ്ങൾ പഠിച്ചതൊക്കെ മറക്കുക, അതൊക്കെ ആവശ്യമില്ല, അതൊക്കെ ഒഴിവാക്കി വിടുക. നിങ്ങൾ ഇതിലേക്ക് പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോൾ കുറെ ആൾക്കാർ ഗ്രാറ്റിറ്റ്യൂഡ് റിസൾട്ട് പറയുന്നുണ്ട്. ഒക്കെ ഭക്ഷണം കഴിച്ചിരുന്നു, 6 മാസമായി കഴിച്ചിരുന്നത്, ഇപ്പോൾ സ്വന്തമായി. ഒക്കെ താങ്ക് യു. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും വലിയ റിസൾട്ട് തന്നെ ഈ അവബോധത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ അവബോധം കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ടെൻഷൻ അടിച്ച്, ചിലർ ഭക്ഷണം ടെൻഷൻ അടിച്ച് അനാവശ്യമായിട്ട് ഒരുപാട് കഴിക്കും. നിങ്ങളുടെ ദഹന പ്രക്രിയക്ക് എന്തിന് വെറുതെ എൻ്റെ ടെൻഷൻ മാറ്റാൻ ദഹന പ്രക്രിയക്ക് ഞാൻ എന്തിന് ഓവർലോഡ് കൊടുക്കണം? കാരണം എൻ്റെ ടെൻഷൻ എനിക്ക് മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടി ഞാൻ എന്തിന് ഓവർലോഡ് കൊടുക്കണം? ഓക്കെ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഉഷാറല്ലേ? നമുക്കെന്നാ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു, സംസാരിക്കാം. ഞാൻ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആസ്ക് ഓൾ ടു അൺമ്യൂട്ട്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും സംസാരിക്കാൻ? ഓക്കെ, പറയൂ. പറയൂ. ഓക്കെ, പറയൂ. എല്ലാരും അൺമ്യൂട്ട് ആയിട്ട് കുറെ സൗണ്ട് ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ എല്ലാരും അൺമ്യൂട്ട് ആയിട്ട് എല്ലാരും ഒന്നിച്ച് സൗണ്ട് വരുന്നുള്ളൂ. ഇന്നാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു സ്വപ്ന. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അവരെ മാത്രമായിട്ട് അൺമ്യൂട്ട് ചെയ്യാം. ഫിയർ ആൻഡ് ആങ്സൈറ്റി ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഈ ഒരു അവബോധം നിങ്ങളുടെ ഉള്ളിലേക്ക്, ഫിയർ ആൻഡ് ആങ്സൈറ്റി ചോദിക്കൂ, ഡൗട്ട് ചോദിക്കൂ. ഓക്കെ, താങ്ക് യു സ്വപ്ന ജോസഫ്, നല്ല ക്ലാസ്, താങ്ക് യു. ഈ ഒരു അവബോധം നിങ്ങളുടെ അകത്തേക്ക് കയറ്റുക. നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ എന്തിനാണ്? നിങ്ങളുടെ തൽക്കാലമുള്ള അവിടെയുള്ള ബയോ കെമിസ്ട്രിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളുടെ ഡൊപാമൈന്, സെറോട്ടോണിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തും. തൽക്കാലം നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. പക്ഷെ നിങ്ങളുടെ പ്രശ്നം
നിങ്ങളുടെ പ്രശ്നം അകത്ത് തന്നെയുണ്ട്. നിങ്ങളുടെ ട്രോമകളായിരിക്കാം, നിങ്ങളുടെ തെറ്റായ വിശ്വാസങ്ങളായിരിക്കാം, ചിന്തകളായിരിക്കാം. ഇത് മാറണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഇന്നർ മനസ്സിന്റെ ലേക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ആണിയടിച്ച് കയറ്റണം. ഈ ഒരു അവബോധം ആണിയടിച്ച് കയറ്റണം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്നുകളുടെ ശരിക്കും ഒരു അടിമത്തമാണ്. ശരിക്കും ഈ മരുന്നുകളും അതേപോലെ തന്നെ ഡ്രഗ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കില്ല. മരുന്നുകൾ ഒന്നായിട്ട് നിർത്തുക എന്നല്ല, നിങ്ങൾ ആദ്യം ഈ അവബോധം അകത്തേക്ക് കയറ്റുക. നിങ്ങൾ പിന്നെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പം ഓട്ടോമാറ്റിക്കലി മരുന്നുകൾ കുറയും. കാരണം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറയുന്നു. മരുന്നുകളിന് ആവശ്യമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഹെൽത്ത് ഈസ് വെൽത്ത്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, നിങ്ങളില്ലേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതല്ലേ, പരമാവധി ആളുകള് നിങ്ങളുടെ സൂമിന്റെ അവിടെ തന്നെ പേരുണ്ടാവും. ചില ആളുകളുടെ ഐഫോണ്, നിങ്ങളുടെ ഫോണിന്റെ പേരൊക്കെയാണ് വരുന്നത്. അപ്പൊ പരമാവധി ആളുകൾ നിങ്ങളുടെ ആ ഒരു പേര് അതിൽ നെക്സ്റ്റ് സെഷൻ തൊട്ട് പേര് അതിൽ എഴുതി വെക്കാൻ നോക്കുക. ജസ്റ്റ് നിങ്ങൾ സൂമിൽ കയറി നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട്സ് എടുത്താണ്ട് അതിൽ നിങ്ങളുടെ പേരൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, പറയൂ. ആരൊക്കെ ഡൗട്ട്സ് പറഞ്ഞിരുന്നു? ഓക്കെ, ഉണ്ടെങ്കിൽ ചോദിക്കൂ. എഗെയിൻ ശേഷമാണ് സ്വന്തമായി ഭക്ഷണം വെച്ച് കഴിക്കാൻ. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണം വെച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ, പറയൂ. എന്റെ ഒരു അഷ്റഫ്. ഓക്കെ, പറയൂ. കാസർഗോഡ് നീലേശ്വരം. ഓക്കെ, കാസർഗോഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, മഞ്ചേശ്വരം വർക്ക് ചെയ്തിട്ടുണ്ട്. നീലേശ്വരം സൗത്ത് പാർട്ടിലാണല്ലേ? നീലേശ്വരം. മനസ്സിന്റെ ഉള്ളില് എപ്പോഴും ഭയങ്കര പേടി, അങ്ങനെ പോകുന്നില്ല. എന്തിലോ ആലോചിച്ച്, ഭാവിനെ പറ്റി ആലോചിച്ച് ഭയങ്കര പേടി. ഓക്കെ, പേടി എന്ന് പറഞ്ഞാല് 2-3. ഒന്നാമത്തേതായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ട്രോമകൾ, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പേടിയുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഈ ഒരു അവയർനെസ്സിന്റെ, അവബോധത്തിന്റെ ശക്തിയിൽ എനിക്ക് തന്നെ ഇത് മാറ്റാൻ സാധിക്കും എന്നുള്ള അവയർനെസ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് നിരന്തരം കൊടുക്കണം. സാധാരണ ആളുകൾ പേടി വരുമ്പം അതിന്ന് മാറി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിന് നമ്മൾ എസ്കേപ്പ് മെക്കാനിസം എന്ന് പറയാം. രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അതിനെ ഏറ്റെടുക്കുക. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടി വരുന്നത്, ഭാവിയിലേക്കുള്ള പ്രശ്നങ്ങൾ വരുന്നത് എൻ്റെ മനസ്സിലെ ബ്രെയിനകത്തുള്ള ചില വയറിങ്ങുകളുടെ പ്രശ്നമാണ്. നമ്മുടെ വീട്ടിലെ വയറിങ്ങിന് പ്രശ്നമുണ്ട്. ആ മറ്റേ വയറിങ്ങിന് വന്ന ആള് ന്യൂട്രലും ഫേസും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചു. നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രലും ഫേസും വയർ മാറി കൊടുക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിക്കാണെങ്കിൽ നമ്മൾ കറണ്ട് ഓഫ് ആക്കിയിടും. കറണ്ട് വീണ്ടും തുടങ്ങുമ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് വീണ്ടും വരില്ലേ, നമ്മൾ വീണ്ടും കറണ്ട് ഓഫ് ആക്കിയിടും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മരുന്ന് കുടിച്ചാലും നമ്മളെ തൽക്കാലം ആ ചിന്തകളെ നിർത്തുന്നു. അതായത് കറണ്ട് ഓഫ് ആക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞു മുഴിച്ചോട്ടെ. ഓക്കെ, കറണ്ട് ഓഫ് ആക്കിയിടും. പകരം നമ്മൾ ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കുന്ന ആ വയറിനെടുത്ത് കളയണം. പുതിയ ഒരു വയറിംഗ് മാനെ കൊണ്ടുവന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വയറിങ് കറക്റ്റ് ആക്കണം. അങ്ങനെ ആക്കിയാൽ എന്ത് സംഭവിക്കും? കറണ്ട് ഇട്ടാലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഈ ഒരു അഫോർമേഷൻസ് നിരന്തരമായിട്ട് നിങ്ങളുടെ തലക്കകത്തേക്ക്, ഞാൻ പറഞ്ഞ പോലെ ചെറിയ മൈൻഡിലേക്കല്ല, അകത്തേക്കുള്ള ആയത്തിലുള്ള മൈൻഡിലേക്ക് ആയെന്ന് ഊന്നിറങ്ങണം. എങ്കിൽ നിങ്ങളുടെ പ്രശ്നം മാറിപ്പോവും. നിങ്ങൾ ഈ പ്രശ്നമായിട്ട് വരുന്ന ആദ്യത്തെ ആളല്ല. ഇതിനു മുമ്പ് ഒരുപാട് പേര് ഇതിലും വലിയ പ്രശ്നങ്ങൾ മാറ്റിയിട്ടുണ്ട് ഈ ഒരു അഫോർമേഷന്റെ പവറിൽ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ജസ്റ്റ്
നമസ്കാരം സാറേ, എന്റെ പേര് സനിൽ എന്നാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കി ഒന്നുകൂടി പറയാം കേട്ടോ, കാരണം എല്ലാവരെയും അൺമ്യൂട്ട് ആക്കി കേട്ടില്ല, സൗണ്ട് വരുന്നുണ്ട്. പറയൂ പറയൂ സാറേ, എന്റെ പേര് സനിൽ എന്നാണ്. എനിക്കൊരു പറയൂ. 2 വർഷം കൊണ്ട് ഒരു ചുമയും ശ്വാസം മുട്ടും ഇതുവരെ നമുക്ക് മാറുന്നില്ല. ആ പിന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം, അത് ആൻസൈറ്റി, ഇതെല്ലാം ഉണ്ട്. ഉം. അല്ല, എന്തൊക്കെ നോയ്സ് വരുന്നുണ്ട് കേട്ടോ, എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ശ്വാസം മുട്ടുണ്ട്, അതേപോലെ തന്നെ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ശ്വാസം മുട്ട് ശ്വാസ സംബന്ധമായിട്ടുള്ള തടസ്സമുണ്ട്. ഹാർട്ടിന്റെ പ്രോബ്ലം അല്ല, ഹാർട്ടിന്റെ പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട്? ഹാർട്ടിന്റെ പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ ശ്വാസം മുട്ട് വരാം. ഓക്കെ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നിങ്ങളുടെ ദേഷ്യം, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത് നിങ്ങൾ നിയന്ത്രിച്ച് ഈ പ്രശ്നങ്ങളിലെ എന്തൊക്കെയാണ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്, അത് ഞാൻ പറഞ്ഞ പോലെ ബുക്കിൽ എഴുതി വെച്ചിരുന്നോ? നിങ്ങൾ ആദ്യത്തെ സെഷൻ തൊട്ട് വരുന്നില്ലേ? ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ആദ്യത്തെ സെഷൻ തൊട്ട് വരുന്നില്ലേ? നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്നുള്ളത്. അത് പരിഹരിക്കാനുള്ള ക്ലിയർ കട്ട് മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. ഓക്കെ ഓക്കെ, പെട്ടെന്ന് പറയൂ. നിങ്ങളുടെ സൗണ്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്? വോയിസ് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ആളെ കിട്ടുന്നില്ല. വേറെ ആർക്കും എന്തെങ്കിലും പറയാറുണ്ടോ? നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, പറയൂ നദീറ. എനിക്ക് ഇന്നലെ സാറ് പറഞ്ഞില്ലേ, നമ്മള് അക്സെപ്റ്റൻസ് ചെയ്യേണ്ട പറഞ്ഞില്ലേ, അതിൽ 10 പ്രശ്നങ്ങൾ എഴുതാൻ പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് അത് അഫർമേഷൻ കൊടുക്കുമ്പോ എങ്ങനെ 10ഉം ഒന്നിച്ച് പറയാനാണോ, അതെങ്ങനെയാണോ? ഓരോന്നെടുത്ത് പറയണം. അങ്ങനെ അല്ലേ? ഓരോന്നെടുത്ത് പറയണം, ഓരോന്ന് മനസ്സിൽ അത് ഫീല് ചെയ്യണം. നമ്മൾ വെറുതെ എഴുതി വെച്ചത് കൊണ്ടോ ഇങ്ങനെ വായോണ്ട് ഉരുവിട്ടോണ്ടോ കാര്യമില്ല. അത് നിങ്ങൾക്ക് ഫീല് ചെയ്യണം. ആ പ്രശ്നം എന്താണ്, അതിപ്പം ഈ മൊമെന്റിൽ നിങ്ങൾക്ക് ആ പ്രശ്നം ഉള്ളതായിട്ട് അനുഭവിച്ചിട്ട് നിങ്ങളത് പറയണം. ഇത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ പറഞ്ഞ അഫർമേഷൻസ് ഇല്ലേ, എന്നിട്ട് അത് നിങ്ങൾ പറയണം. ഓക്കെ, വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ട്? ക്ലിയർ അല്ലേ? ഓക്കെ സർ. ഓക്കെ, ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സ്വയം അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.